സിറുമലൈ വാട്ടർഫാൾസ് അതാണ് സ്ഥലം. ഇപ്പോൾ ശൃംഗേരിയിൽ കാണേണ്ട മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് സിറുമലൈ വാട്ടർഫാൾസ്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വെള്ളം ഉണ്ടാകും, നല്ല തിരക്കുണ്ട്. 80 സ്റ്റെപ്സ് താഴോട്ട് ഇറങ്ങണം. ഇത് മൺസൂൺ ടൈമിൽ വന്നാലാണ് അത്രയും വെള്ളമൊക്കെ കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ മൺസൂൺ അത്ര ശക്തമായിട്ടില്ല, എങ്കിലും വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാം. കിങ് കോബ്രയുടെ ഒരു വലിയ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഫോറസ്റ്റിനകത്തൊക്കെ കിങ് കോബ്ര ഉണ്ട്. നമ്മൾ താഴേക്ക് പോകുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. 80 സ്റ്റെപ്സ് അത്രയും വലിയ കൂടുതലല്ല. തിരിച്ച് വീണ്ടും ഒരു 80 പടി കയറണം, അത്രേ ഉള്ളൂ. പക്ഷെ എന്തോ നല്ല ഫോറസ്റ്റ്. ഇവിടെയാണ് ഈ കിളികളുടെ ശബ്ദം കൊണ്ട് ശബ്ദമുഖരിതമായിരിക്കുകയാണ്. ഫുൾ ബേർഡ്സിൻ്റെ ശബ്ദമാണ്. ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്. ഇപ്പോൾ ഒരു 3-3:30 മണി സമയമാണ്. അതാണ് എല്ലാവരും ഇങ്ങനെ കേൾക്കാമോ സൗണ്ട്? അടിപൊളിയാണ്. കിളികളുടെ കളകളാനാദം. ഇത് വെള്ളത്തിൻ്റെ കളകളാനാദം എന്ന് പറയുന്നത് കിളികളുടെ സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടാണ്. നല്ല റിച്ച് ഫോറസ്റ്റ്. ഈ മരത്തിൻ്റെയൊക്കെ ഒരു സൈസ് നോക്കിയേ, എത്ര ഓൾഡായിരിക്കും. ഏതാണ്ട് 80 സ്റ്റെപ്സ് എത്താറായി കഴിഞ്ഞു. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തും. ദിസ് ഇസ് ദ സിറുമലൈ വാട്ടർഫാൾസ്. ഇതൊരു ഫോട്ടോ പോയിൻ്റാണ് തോന്നുന്നു. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഭയങ്കര ശക്തമായ വെള്ളച്ചാട്ടമായിട്ടില്ല, കാര്യം മഴ കൂടുതൽ വരുമ്പോൾ ഇത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇപ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ഒരുപാട് പേര് വാട്ടർഫാൾസിൻ്റെ താഴെ പോയി നിന്ന് കുളിക്കുന്നുണ്ട്. എൻജോയ്. ഇത് ഇപ്പോൾ ഒട്ടും ഡേഞ്ചർ ഇല്ലാത്തൊരു സമയമാണ്. കാണാമല്ലോ, ഈ പാറകളെല്ലാം വിസിബിളാണ്. അവിടെ ഒന്നും കെട്ടി നിൽക്കുന്ന വെള്ളമോ ചുഴികളോ ഒന്നുമില്ല. ഈ പാറയിൽ തട്ടി വരുന്ന ഇത്രയും വെള്ളം മാത്രമേ ഉള്ളൂ. അതൊരു വലിയ ഫോൾസ് പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു, അത് മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര ഭംഗിയുണ്ട്. ഇത് മേളിൽ നിന്ന് വരുന്നതാണ്. വനപ്രദേശമാണല്ലോ, മലമുകളിൽ നിന്ന് വരുന്ന വാട്ടർ. എനിക്ക് സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നും. പക്ഷേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകണ്ടേ. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെമ്പിളിലൊക്കെ പോകാനുണ്ട്. നനഞ്ഞാൽ ശരിയാവില്ല. കുറേ മലയാളികളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് മലയാളീസാണ്. അങ്ങനെ ഫൈനലി ഇറങ്ങി താഴെ വന്നു. ഇവിടുത്തെ ഈ വാട്ടർഫാൾസ് കഴിഞ്ഞ വർഷം ഈ സമയത്ത് അടുക്കാൻ പറ്റാത്ത അത്രയും വെള്ളമായിരുന്നു എന്നാണ് പറയുന്നത്. അഗുംബയിലൊക്കെ ശരിക്കും മഴ സമയത്ത് തന്നെ വന്നത്. ഇവിടെ കുറേ പേര് റെയിൻകോട്ടൊക്കെ കൊണ്ടു വന്നത്, ആ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരെ. അപ്പോൾ ഈ ഒരു വാട്ടർഫാൾസിൻ്റെ ഒരു വ്യാപ്തി കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നണ്ട. ഇത് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നോട്ട് ഓൾവേസ്. നല്ല മഴ സമയത്ത് വന്ന ഗംഭീര വാട്ടർഫാൾസാണിത്. കാര്യം റോഡിൽ നിന്ന് അധികം ദൂരവും ഇല്ല, നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ തിരിച്ചുള്ള 80 സ്റ്റെപ്സും കയറി തിരിച്ചു വന്നു. ഓക്കെ, അത്ര പാടൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ടെമ്പിളിലേക്കാണ് പോണേ. അത് ശൃംഗേരിക്ക് വളരെ അടുത്ത് തന്നെയാണ്. ഇതും എല്ലാം അടുത്തടുത്ത സ്ഥലങ്ങൾ തന്നെ. നമ്മളൊരു 8 കിലോമീറ്റർ സഞ്ചരിച്ചു ശൃംഗേരിയിൽ നിന്ന്. എന്നിട്ട് ഋഷി ശൃംഗേശ്വര ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ക്ഷേത്രം അങ്ങോട്ട് തുറന്നതേ ഉള്ളൂ, ഈവനിങ് ടൈം. എനിക്ക് വൈകിട്ടൂന്ന് ഇവിടെ നടക്കുന്നു. ഒന്നും എൻ്റെ പൊന്നു കുഞ്ഞെ അങ്ങോട്ട് പോകും. അവന് സ്നേഹമാണോ മറ്റോ ഭയങ്കര വയലൻ്റാണ്, കൊമ്പ് കൊണ്ട് നടക്കുക. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ ശൃംഗേരി ഭാഗത്ത് ഇങ്ങനെ കാര്യങ്ങൾ കണ്ട് നടക്കുന്നു. വാട്ടർഫാൾസിൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞു ഇത്ര ചെറുതാണ്, എന്നിട്ട് കൂടെ ഉപദ്രവിക്കാൻ നടക്ക് നോക്കൂ. എന്തുവാടേ, ഞാനൊന്നും അങ്ങോട്ട് പൊയ്ക്കോട്ടെ പ്ലീസ്. ഒരു രക്ഷയില്ല. പശുക്കളുടെ നിന്നും പട്ടികളുടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് അകത്ത് കയറി. ജസ്റ്റ് ടെമ്പിൾ ഈസ് ജസ്റ്റ് ഓപ്പണിങ്. ഋഷി ശൃംഗേശ്വര ടെമ്പിൾ. ഇത് ശൃംഗേരിയിൽ വന്നാൽ വരേണ്ട പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. വളരെ പഴക്കം ചെന്ന പൗരാണികമായ ക്ഷേത്രം. ഈ ശൃംഗേരിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. മാത്രമല്ല ശൃംഗേരി എന്നുള്ള പേര് വന്നതുപോലും ഇവിടുത്തെ ഋഷിശൃംഗ മുനിയുടെ പേരിൽ നിന്ന്. കിഗ്ഗ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, KIGGA. ശ്രീ ഋഷ്യ ശൃംഗേശ്വര ടെമ്പിൾ. ഇതൊരു വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഹിന്ദു പിൽഗ്രിമേജ് സൈറ്റാണ്. സേജ് ഋഷിശൃംഗ. വെസ്റ്റേൺ ഗാട്ട്സാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. ഇവിടെ ഒരു ശിവലിംഗമുണ്ട്. അടുത്ത പ്രതിഷ്ഠ അതാണ്. ശിവലിംഗത്തിൻ്റെ ആ ഒരു
ശിവലിംഗത്തിൽ ഒരു ഹോൺ ഷേപ്പിലൊരു പ്രൊജക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഒരു മിത്തോളജി എന്ന് പറയുന്നത്, അതായത് ഐതിഹ്യം പറയുന്നത്, ഋഷിശൃംഗൻ എന്ന് പറഞ്ഞാൽ മലയാളിക്ക് എല്ലാവർക്കും അറിയാം. വൈശാലി എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാം ആ കഥ കേട്ടിട്ടുണ്ട്. ലോമപാത രാജാവ് മഴയില്ലാണ്ട് കഷ്ടപ്പെട്ടപ്പോൾ ആ ഡ്രൗട്ട് മാറ്റാനായിട്ട് ബ്രഹ്മചാരിയായിട്ടുള്ള ഒരാൾക്കാരെ ആരെ അറിയാത്ത ഒരു ഋഷിയെ കണ്ടെത്തിക്കൊണ്ട് വന്നതും ഒരു നർത്തകിയുടെ സഹായത്തോടു കൂടി, അതാണ് വൈശാലിയുടെ സഹായത്തോടു കൂടിയാണ് കൊണ്ടുവന്നത്. അതാണ് സ്റ്റോറി, അതിൽ പറയുന്ന സ്റ്റോറി. അദ്ദേഹം അവിടെ കാലെടുത്ത് വെച്ചതും വർഷങ്ങളായി മഴയൊന്നും ഇല്ലാതിരുന്ന രാജ്യത്ത് ഭയങ്കര മഴയും അടിപൊളിയായിട്ട് മഴയൊക്കെ വന്ന് ഭയങ്കര പ്രോസ്പെറിറ്റി വന്നു. അതാണ് കഥ. ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ആൻറ്റിക്വിറ്റി പറയുന്നത് വളരെ പഴക്കം ചെന്ന പൗരാണിക ക്ഷേത്രമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് 7th സെഞ്ച്വറിയിലാണ്. ആ കാലഘട്ടത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസിലെല്ലാം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വളരെ റിച്ച് ആയിട്ടുള്ളൊരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7ാം നൂറ്റാണ്ടിലെ ഇൻസ്ക്രിപ്ഷൻസിൽ വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിൽക്കാലത്ത് ചെറിയൊരു ക്ഷേത്രമായിരുന്നു. പിൽക്കാലത്താണ് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ വലുതായി. അതായത് വിജയനഗര ഹോയ്സല പീരീഡിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. റോയൽ പേട്രണേജ് കൊണ്ട് കുറേ കൂടി വലിയ ക്ഷേത്രമായി മാറി. ഇപ്പോഴും ഇവിടുത്തെ ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ വരൾച്ചയും പിന്നെന്താ പറയുക അങ്ങനെയൊക്കെ അതെല്ലാം മാറ്റിയിട്ട് നല്ല കൃഷിക്കാവശ്യമായ കറക്റ്റ് സമയത്ത് മഴയും ഒക്കെ കൊടുക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഋഷിശൃംഗ മുനിയുടെ കഥ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് അദ്ദേഹം വളരെ ഐസൊലേഷനിൽ വളർന്ന ഒരു ബാല്യകാലം അദ്ദേഹത്തിനുണ്ട്. ഒരു ഋഷിയുടെ മകനായി ജനിച്ചിട്ട് ഒരുപാട് കഥകളുണ്ട് അതിൻ്റെ പിന്നിൽ. അത് ആ കഥകളുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രവും ഈ ശൃംഗേരിയും ഒക്കെ വരുന്നത്. ഋഷിശൃംഗൻ്റെ പിതാവ് മഹർഷിയായിട്ടുള്ള വിബന്ധക എന്നുള്ള വലിയൊരു സേജായിരുന്നു. അദ്ദേഹം ഒരു തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു അപ്സര കന്യക അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ പോകുന്നു. ആ അപ്സര കന്യക മറ്റാരുമല്ല, ഉർവശിയായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ തപസ് ഇളക്കാനായിട്ട് ഇന്ദ്രദേവൻ അയച്ചതാണ് ഉർവശിയെ. പെട്ടെന്ന് ഓവർകം ബൈ പാഷൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തെറ്റുകയും ആ മുനി അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ എല്ലാം മാറി ആകൃഷ്ടനായി. ഉർവശിയിൽ ഒരു കുഞ്ഞുണ്ടാകുകയും ആൺകുട്ടിയാണെങ്കിലും അതിന് ഡിയറിൻ്റെ ഒരു ഹോൺ, ഫോർഹെഡിൽ നെറ്റിയിൽ ഒരു മാനിൻ്റെ ഹോൺ പോലെ ഒരു ഹോൺ ഉണ്ടായിരുന്നു. ഹോൺ എന്ന് പറയാൻ പറയാമല്ലോ, ഒരു കൊമ്പ്. ഓക്കെ, നെറ്റിയിലൊരു കൊമ്പായിട്ടാണ് ആ ആൺകുട്ടി ജനിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞിൻ്റെ അച്ഛനായ ഈ സേജിന്, ഈ ഒരു മഹർഷിക്ക് ഭയങ്കര കുറ്റബോധം, മനസ്താപമൊക്കെ. എത്രയും ശക്തനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നിട്ട് ഇങ്ങനെ ഒരു ഉർവശി, രമ്പതിലോത്തമ എന്നൊക്കെ പറയുന്ന പോലെ ഉർവശി എന്നുള്ളൊരു സുന്ദരി അപ്സരസ് വന്നപ്പോൾ മതിമറന്നു പോയതും അദ്ദേഹത്തിൻ്റെ തപസ്സിന് ഒരു ഭംഗം തട്ടുകയും ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഫാദർ ചെയ്യേണ്ടി വന്നതിലൊക്കെ ഭയങ്കര വിഷമമായി. അതുകൊണ്ട് അദ്ദേഹം ഈ മകനെ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവായിട്ടാണ് വളർത്തിയത്. ഈ മകനെയും കൊണ്ട് അദ്ദേഹം കാട്ടിൻ്റെ ഉൾക്കാട്ടിലേക്ക് പോയിട്ട് ഒരു മനുഷ്യനെയും കാണിക്കാതെ അങ്ങനെയാണ് വളർത്തിയത്. അപ്പോൾ മൃഗങ്ങളുമായിട്ടൊക്കെയാണ് ഈ കുട്ടിക്ക് സൗഹൃദം. അതായത് അത് ഋഷിശൃംഗൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചിത്രത്തിലെ തൊട്ട് ഒള്ളി ആനിമൽസ്, ബേർഡ്സ്, കാട്, മനുഷ്യന്മാരെ കണ്ടിട്ടേ ഇല്ല അത്രയും. പിന്നെ അദ്ദേഹത്തിനൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ആ കുഞ്ഞ് വലുതായി വരുന്തോറും അതിൻ്റെ നെറ്റിയിലുള്ള ഈ ഒരു ഹോൺ അഥവാ കൊമ്പ്, അതൊരു ഭയങ്കര ഒരു കോംപ്ലക്സും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഋഷിശൃംഗ എന്നുള്ള പേര് തന്നെ ഇങ്ങനെ നെറ്റിയിൽ ഒരു ഹോൺ, ഡിയറിൻ്റെ ഹോൺ അല്ലെങ്കിൽ ആ മാനിൻ്റെ കൊമ്പ് ഉള്ളത് കൊണ്ടാണ്. ദാറ്റ് മീൻസ് ഋഷ്യശൃംഗ എന്ന് പറഞ്ഞാൽ ഡിയർ ഹോൺ എന്നാണ് എൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ അച്ഛനായ വിബന്ധക മഹർഷി വേറെ പുറം ലോകത്തിന് ഒന്നും വിശ്വാസമില്ല, എല്ലാവരോടും ഒരു വിശ്വാസക്കുറവ് വന്നിട്ടാണ് ഇങ്ങനെ കാട്ടിനകത്ത് പോയി മകനെ വളർത്തുന്നത്. ഈ കാടെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ശൃംഗേരി എന്ന് പറയുന്ന ഈ പ്രദേശം തന്നെയാണ് അന്നത്തെ കാട്. ഇത്രയും സ്ട്രിക്റ്റായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടൊരു സെലിബസി ലൈഫും അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പെനൻസും കാര്യങ്ങളും, ഒരു മഹർഷിയുടേതായിട്ടുള്ള എല്ലാ ജീവിതവും അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം വളരെ പവർഫുള്ളായിരുന്നു. ഋഷിശൃംഗൻ വലുതായി വരുന്തോറും അദ്ദേഹത്തിന് ഒരു ഡിവൈൻ പവർ കൂടുതലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനടുത്ത് തന്നെയുള്ള അംഗരാജ്യത്തെ രാജാവ് ലോമപാതൻ, അദ്ദേഹത്തിന് ഭയങ്കര വറിയാണ്. അംഗരാജ്യത്ത് മഴയില്ല, ഭയങ്കര ഡ്രൗട്ടാണ്, വരൾച്ച, കഷ്ടപ്പാട്, കൃഷിയൊന്നും, എല്ലാം കൃഷിനാശം ഒന്നുമില്ല, വളരുന്നില്ല ഒന്നും. അത്രയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൗട്ടാണ്. മഴ കിട്ടാണ്ട് വലയുന്ന അംഗരാജ്യത്തെ രാജാവിന് അദ്ദേഹത്തിൻ്റെ രാജപുരോഹിതൻ ഒരു ഉപദേശം കൊടുക്കുന്നു. കാട്ടിൻ്റെ അകത്ത് ഋഷിശൃംഗൻ എന്നുള്ളൊരു ചെറിയൊരു മുനിയുണ്ട്, വലിയൊരു സേജിൻ്റെ മകനാണ്. ഇതുപോലെ ഇന്നസെൻ്റ് ആയിട്ടുള്ള, അതായത് യാതൊരു പുറം ലോകവുമായി ബന്ധപ്പെടാതിരിക്കുന്ന ആ ഒരു തേജസ്സുള്ള, ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഋഷിശൃംഗൻ മുനിയെ അംഗരാജ്യത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും, മഴ പെയ്യുന്നു. അങ്ങനെ രാജാവ് എങ്ങനെ കൊണ്ടുവരും? അപ്പോൾ അതൊരു വലിയൊരു ടാസ്ക്കായി. വനത്തിനകത്തുനിന്ന്, അതും സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛനാണ് ഋഷിശൃംഗ മുനിക്കുള്ളത്, അദ്ദേഹത്തിൻ്റെ എങ്ങനെ കൺവിൻസ് ചെയ്യും? അതുകൊണ്ടാണ് ഈ
ഋഷ്യശൃംഗ മുനിയെ വളച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ് വളച്ചുകൊണ്ട്, അതായത് അദ്ദേഹത്തിനെ എൻറ്റൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ടാണ് വൈശാലിയെ ചട്ടം കിട്ടുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും വൈശാലി ചെന്ന് പരിചയപ്പെടുന്നു, കാട്ടിൻ്റെ ഉള്ളിൽ ചെന്ന് അട്രാക്റ്റ് ചെയ്ത് ഈ അംഗരാജ്യത്തേക്ക് കൊണ്ടുവരികയാണ് ഋഷ്യശൃംഗമുനി. അവിടെ കാലെടുത്ത് വെച്ചതും, അംഗരാജ്യത്തേക്ക് അദ്ദേഹത്തിൻ്റെ കാലെടുത്ത് വെച്ചതും ഇമ്മീഡിയറ്റ് ആയിട്ട് ഭയങ്കര മഴയും ഇടിയും മിന്നലും ഒക്കെ ആയിട്ടൊരു വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് അദ്ദേഹം വന്നു കയറിയത്. ഭയങ്കര സംഭവമായി. ഈ വൈശാലിയുടെ കഥ ഒരു സൈഡ് ട്രാക്കായിട്ടാണ് പോകുന്നത്. പിന്നീട് അങ്ങോട്ട് വൈശാലിയുടെ ബന്ധം അങ്ങ് മാറിപ്പോകുന്നതായിട്ടാണ് അറിയപ്പെടുന്നത്. അംഗരാജ്യത്തെ മഹാരാജാവ് ലോമപാദൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകളെ ഋഷ്യശൃംഗമുനിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. അങ്ങനെയാണ് ആ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. വിബന്ധക മഹർഷി അറിയാണ് മകൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, സിലിബസിൽ പെണ്ണുങ്ങളെ ഒന്നും കാണിക്കാതെ വളർത്തിയ മകനാണ്, എന്ത് ചെയ്യാൻ. പക്ഷേ അദ്ദേഹം പിന്നെ അത് അക്സെപ്റ്റ് ചെയ്തു. മകൻ ഹാപ്പി ആയിട്ട് ഒരു രാജ്യത്തെ രാജാവിൻ്റെ മരുമകനായിട്ട് ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്ക് ഒരു ലക്ഷറി ലൈഫ്, അപ്പോൾ ഓക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചു കാലം അങ്ങനെ പോകുന്നു. ലോമപാദ മുനിയുടെ മകൾ എന്ന് പറയുന്ന അഡോപ്റ്റഡ് ഡോട്ടർ ശാന്തിയാണ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് മഹാഭാരത രാമായണ കഥകളിലേക്ക് വരുന്നതെന്ന് പറയാം. അതായത് ദശരഥ മഹാരാജാവിന് കുട്ടികളില്ല. അദ്ദേഹം ലോമപാദ രാജാവ്, അതായത് അംഗരാജ്യത്തെ രാജാവിൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ കുട്ടികളില്ലാത്ത ദശരഥ രാജാവിന് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ പുരോഹിതർ അഡ്വൈസ് ചെയ്തു, ഋഷ്യശൃംഗ മുനിയെ കൊണ്ടുവന്ന് ഒരു യാഗം നടത്തിയാൽ മതി കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അങ്ങനെ ഋഷ്യശൃംഗ മുനി ഇവിടേക്ക് വരുന്നു. അതാണ് രാമായണമായിട്ടുള്ളൊരു കണക്ഷൻ. വന്നിട്ട് ദശരഥ മഹാരാജാവിന് വേണ്ടിയിട്ടൊരു വലിയ യാഗം നടത്തുകയാണ്. അങ്ങനെ പുത്രകാമാഷ്ടി യാഗം കഴിയുമ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ 4 സൽപുത്രന്മാർ, അത് ആരാ? രാമൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മഹാവിഷ്ണുവിൻ്റെ അവതാരം. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ അവരെല്ലാം ജനിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഋഷ്യശൃംഗ മഹാരാജാവിനെ പോലെ, അപ്പം മഹാരാജാവാണ് ആ സമയത്ത്, കാര്യം അംഗരാജ്യത്തെ മരുമകനാണ്. പക്ഷേ ഈ ഒരു യാഗം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഋഷ്യശൃംഗ മുനിക്ക് തോന്നി, എനിക്ക് തിരിച്ച് ഈ ഒരു വേൾഡ്ലി ലൈഫ് വേണ്ട, തിരിച്ചെനിക്ക് ആ പഴയ ഒരു ഹെർമിറ്റ് ലൈഫ് വേണം എന്ന് തോന്നിയിട്ട് ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹം തോന്നി. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത്, അതായത് ഋഷ്യശൃംഗ മുനി ലൗകിക ജീവിതമൊക്കെ മതിയായി. അങ്ങനെ അദ്ദേഹം ഇവിടെ തന്നെ കാട്ടിലേക്ക് തിരിച്ചു പോയി പെനൻസ് ചെയ്യുന്നു. ആ സമയത്ത് അത് ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്, അവർ കുറച്ചുപേര് കണ്ടുവന്നു. ഒരു ശിവലിംഗത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഋഷ്യശൃംഗ മുനിയുടെ ദേഹത്തു നിന്നൊരു ലൈറ്റ് പോലൊരു സംഭവം വന്നിട്ട് നേരെ ആ ശിവലിംഗത്തിലേക്ക് മേർജ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ ശിവലിംഗത്തിലാണ് ഇങ്ങനെ ഒരു ഹോൺ പോലെയുള്ളൊരു പ്രൊജക്ഷൻ വന്നു. ആ ശിവലിംഗമാണ് കിഗയിലെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത്രയും പൗരാണികമായ ക്ഷേത്രമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വിശ്വാസങ്ങളും ഉണ്ട്. ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്. ശൃംഗേരി എന്നുള്ള പേര് വന്ന് തന്നെ ഋഷ്യശൃംഗൻ എന്നുള്ള പേരിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടെ. അതായത് ആദ്യം ഋഷ്യശൃംഗ, പിന്നെ അത് ഋഷ്യശൃംഗഗിരിയായി, പിന്നെ അതിൽ നിന്നും ശൃംഗഗിരിയും പിന്നീടത് ശൃംഗേരിയുമായി മാറി. അങ്ങനെയാണ് ഇതൊരു സീക്രട്ട് പ്ലേസ് ആയിരുന്നു. ഇവിടെയാണ് ആ മഹർഷി ജീവിച്ചിരുന്നത്. ഈ കാട്ടിനകത്തായിരുന്നു. ഇതൊരു കാട് പ്രദേശമായിരുന്നു, കാടിൻ്റെ പ്രദേശം, അതുകൊണ്ടൊരു ഹോളി ലാൻഡ്. അങ്ങനെ ശൃംഗേരി. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഋഷ്യശൃംഗ മുനിയും ശൃംഗേരിയുമായിട്ടുള്ള ബന്ധം, പിന്നെ രാമായണ കഥയായിട്ടുള്ള ബന്ധം എന്താണ്, ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് പോയി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് ഋഷ്യശൃംഗ മുനിയുടെ ടെമ്പിൾ. അങ്ങനെ ഋഷി ശൃംഗേശ്വര ടെമ്പിളിൽ നിന്നും അകത്ത് പോയി പ്രാർത്ഥിച്ചു. അകത്ത് ക്യാമറ അലൗഡല്ല, പ്രാർത്ഥിച്ചിട്ട് വന്നു. ആ പൗരാണികമായ ക്ഷേത്രം അത് നമുക്ക് അകത്ത് കയറുമ്പോൾ അറിയാം, അത്രയും പഴക്കമുണ്ട്. അവിടെ പോയി ശിവലിംഗമാണ്, ഒരു ഹോണുള്ള ശിവലിംഗം. പശുക്കളെല്ലാം എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്നെ ഓടിച്ച് ഇടി തരാനായിട്ട്. ഇവനുണ്ടല്ലോ അകത്തുണ്ടായിരുന്നു ടെമ്പിളിൻ്റെ അകത്ത്. എല്ലാവരും രക്ഷപ്പെട്ടു. ഇനി നമ്മളൊരു മൗണ്ടൻ ഏരിയയിലേക്ക് പോവാണ്. മൗണ്ടൻ നമ്മളിപ്പോൾ കുന്താദ്രി ഹിൽസിലാണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു ബേട്ട എന്ന് പറയുമ്പോൾ ഇവിടെ മേളിൽ ഇനി കുറച്ച് പടി കയറണം കേട്ടോ. നല്ല ഹെയർ പിൻ കർവ്സിലൂടെയാണ് കടന്നു വന്നത്. ഇതിൻ്റെ മേളിലൊരു ജെയിൻ ബസുതി ഉണ്ട്. ജെയിൻ ബസുതി കുറേ പടിയുണ്ടെന്ന് തോന്നുന്നു കയറാൻ. ഓക്കെ, പക്ഷേ ഇതൊരു പാമ്പൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ വന്ന വഴിക്ക് ഒരു ചെറിയ പാമ്പിനെ കണ്ടാൽ ഈ കമ്പാണെന്നേ തോന്നുള്ളൂ. ഭയങ്കര ആ കളർ നമുക്ക് അറിയില്ല, പക്ഷെ നീളമുള്ള മെലിഞ്ഞൊരു പാമ്പ്. വിജനമായ കാട്ടുവഴിയിലൂടെയാണ് സഞ്ചാരം. ഞാൻ പാമ്പിനെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. ഈ ടേണിങ്ങിലാണ് കണ്ടത്, ലാസ്റ്റ് ടേണിങ്ങിൽ. പടി കയറി കഴിഞ്ഞു തോന്നുന്നു. യെസ്,
അങ്ങനെ പടി കയറി ഇവിടെ എത്തി. ഓ, ഒന്നും പറയാനില്ല. അത്രയും പടി കയറി വന്നതിലോ, ഈ ഘാട്ട് റോഡിലൂടെ, റോഡ് കുറച്ച് മോശമായിരുന്നു, സഞ്ചരിച്ചതിലോ ഒരു മനുഷ്യനെ പോലെ വഴി കാണാനില്ലായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് വർത്ത് ദ എഫേർട്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ശൃംഗേരി കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ടെമ്പിള് ബസ്തി. ഒരു വലിയ കുളത്തിൻ്റെ സാധ്യതയാണ് ഞാൻ കാണുന്നത്. യെസ്, പാറയുടെ മുകളിൽ വെള്ളത്തിൻ്റെ പ്രസൻസ്. വളരെ പഴക്കം ചെന്ന ക്ഷേത്രമാണ് കാണുന്നുണ്ടല്ലോ. അങ്ങോട്ട് വാട്ട് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ, ലാൻഡ്സ്കേപ്പ്. എൻ്റെ അമ്മേ, കണ്ടോളൂ. കുറച്ച് 1-2 ആൾക്കാരൊക്കെ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഓരോ സ്പോട്ടിലിരിക്കുമായിരുന്നു. അവിടെയും വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഈ പാറയുടെ മുകളിലൊക്കെ വെള്ളം കാണുന്നുണ്ട്. ചെറിയ ചെറിയ വാട്ടർ ബോഡീസ്. മോയിസ്റ്റ് റോക്കി ഗ്രാസ് ലാൻഡ്, മൈക്രോ ഹാബിറ്ററ്റ്സ് ഓഫ് കുന്ദാദ്രി ഹിൽ. ഇതാണ് കുന്ദാദ്രി ഹിൽ. ഇതൊരു യുണീക്ക് വെസ്റ്റേൺ ഗാർഡ്സ് എക്കോസിസ്റ്റമാണ്. അതായത് ഇവിടെ ഇല്ലാത്തൊന്നുമില്ല. ഈ ഒരു വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ എക്കോസിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരാൻ അറിയോ? ദീസ് മോയിസ്റ്റ് റോക്കി മൈക്രോ ഹാബിറ്ററ്റ്സ് കൺസിസ്റ്റ് ഓഫ്, ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടെന്ന് പറയുന്നത്, എക്സ്പോസ്ഡ് സർഫസസ് വിത്ത് ഷാലോ സോയിൽ ഫിൽഡ് crevices that provide specialized ecological niches for diverse often endemic grass species. പല റെയർ ആയിട്ടുള്ള ഗ്രാസ് സ്പീഷീസൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. ഇതുകൊണ്ട് തന്നെ ഈ ഒരു കുന്ദാദ്രി ഹിൽസിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. വെസ്റ്റേൺ ഘാട്ടിൻ്റെ ഭാഗമായിട്ട് 78 ഗ്രാസ് സ്പീഷീസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. 78 ഗ്രാസ് സ്പീഷീസിലെ 50ഓളം വെറൈറ്റീസ് ഇവിടുത്തെ വൈറ്റൽ മോയിസ്റ്റ് റോക്കി മൈക്രോ ഹാബിറ്ററ്റ്സ് ആണ്. ഇതിങ്ങനെ നനവുള്ള ഈ ഒരു പാറയിൽ ഉണ്ടാകുന്നതാണ്. ഹൈലൈറ്റിംഗ് ദ റിമെൻസ് ഇക്കോളജിക്കൽ വാല്യൂ. ഇതൊക്കെയാണ് ഇവിടെ ഈ പാറയുടെ പരിസരങ്ങളിൽ വളരുന്ന ഗ്രാസിൻ്റെ വെറൈറ്റീസ്. അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു മോയിസ്റ്റ് അറ്റ്മോസ്ഫിയറാണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് വച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോൾ ആ ഫ്രജൈൽ ഗ്രാസിനെ ഒന്നും ഉപദ്രവിക്കരുതെന്നാണ് പറയുന്നത്. അതിനെ പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് കൊണ്ടിടരുതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കുത്തി ഇളക്കരുത്. ഇതിൽ പ്ലാന്റ്സോ ചെടികളോ പുല്ലോ ഒക്കെ കണ്ടാൽ ഇളക്കരുത്. പിന്നെ പശു മുതലായ ലൈഫ് സ്റ്റോക്ക് ഒന്നും ഇവിടെ ഒന്ന് ഗ്രേസ് ചെയ്യാനായിട്ട് കൊണ്ടുവരരുത്. ഇതൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രസൻസ് നല്ലതായിട്ടുണ്ട്. നമ്മൾ വന്ന വഴികളും നമ്മൾ സഞ്ചരിച്ച കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ താഴേക്ക് ശൃംഗേരിയൊക്കെ കാണുകയാണ്. എന്തൊരു ഗ്രീനറിയാണെന്നൊക്കെ എല്ലാം കാണാം. ശൃംഗേരി ആ പരിസരങ്ങളെല്ലാം ഈ ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൻ്റെ പാർട്ടാണ്. സറൗണ്ടഡ് ബൈ വെസ്റ്റേൺ ഗാർഡ്സ്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നല്ല ആവശ്യത്തിന് തന്നെയാണ്, അല്ലെങ്കിൽ ഡേഞ്ചറാണ്. ഇത് ഇവിടുത്തെ ഇത്രയും പൊക്കത്തിൽ വന്ന് ജെയിൻ ഒരു വസതി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ അടച്ചിരിക്കുവാണ്. ഞാൻ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. അതും വളരെ പഴക്കം ചെന്നാണ്, കാണുമ്പോൾ അറിയാമല്ലോ. നമ്മൾ താഴെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പാറ കാണുന്നുണ്ട്. നമ്മൾ ആ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് വേറെ ഏതോ പറയണു. അത്രയും ഹൈറ്റിലാണ് ഈ ടെമ്പിൾ കണ്ടത്. അതിനെ ഇതായിരിക്കില്ല നമ്മൾ വരുന്നതെന്ന്. പക്ഷേ അല്ല, ഇത് തന്നെയായിരുന്നു ഫൈനലി. എന്തൊരു പച്ചപ്പാന്ന് നോക്കി. എല്ലാം മിസ്റ്റ് ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ. കോട നല്ല തണുത്ത കാറ്റ്. സി, മിസ്റ്റ് ഇസ് കമ്മിങ്. അപ്പോൾ സമയം 6:15 ഇവിടെ ഇപ്പോൾ 7 മണി കഴിഞ്ഞാലേ സൺസെറ്റ് ഉള്ളൂ. അത് ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ആൾക്കാർ ഇവിടെ വന്നിട്ട് നല്ല ഫോട്ടോ പോയിൻ്റൊക്കെ നോക്കി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അധികം ആൾക്കാരൊന്നുമില്ല. ഇപ്പോൾ ഈ 2 ആൾക്കാരെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ആരെങ്കിലും വന്നിട്ട് പോയിട്ടുണ്ടാകാം. കൊള്ളാമല്ലേ, സൂപ്പർബ്. നല്ല കോട ഇറങ്ങി വരുന്നു, നല്ല തണുത്ത കാറ്റും, കിളികളുടെ ബ്യൂട്ടിഫുൾ സൗണ്ട് കേൾക്കാം. പല പല പാട്ടുകൾ പാടുന്ന കിളികളെ ഇവിടെ കാണാം. സീ ദ ബ്യൂട്ടി ഓഫ് ദിസ് പ്ലേസ്, കുന്ദാദ്രി ഹിൽസ്. അപ്പോൾ മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ശൃംഗേരി ടൗണിൽ നിന്ന് ഒരു 25 കിലോമീറ്റേഴ്സ് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഘാട്ട് റോഡാണ്, അത് ശ്രദ്ധിച്ച് വന്നാൽ മതി. പിന്നെന്താ, ഇവിടെ ഈ ഒരു ഈവനിങ് ടൈം തന്നെ വരണം കേട്ടോ. ഇപ്പോൾ കോട വന്നിങ്ങനെ കയറുകയാണ്. സണ്ണൊക്കെ സെറ്റ് ആവാറായി. ഇപ്പോൾ 6:30 മണിയാണ് സമയം. 7 മണി വരെ ഈ വെളിച്ചം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കുറയും. ആ വിഷൻ ഇങ്ങനെ മങ്ങുന്ന കണ്ടോ? എന്താ കാര്യം? മഞ്ഞ് കോട കൊണ്ടങ്ങ് മൂടുകയാണ് ഇവിടെയെല്ലാം. നല്ല തണുത്ത കാറ്റ്, രക്ഷയില്ല. അപ്പോൾ ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ എക്കോ സിസ്റ്റമാണ്. ഇവിടുത്തെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിച്ഛേദം എന്ന് പറയാം ഇങ്ങനത്തെ മലകളൊക്കെ. ആൻഡ് ഇതിൻ്റെ മുകളിലുള്ള ജെയിൻ ബസ്തി അടച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റും. ഇനി നിൽക്കുന്നില്ല. ഇനി സൺസെറ്റ് ആയിക്കഴിഞ്ഞാലേ
വെളിച്ചം പോയാൽ നമുക്ക് താഴേക്ക് ഇറങ്ങണ്ടേ ഘാട്ട് റോഡിലൂടെ. ഭയങ്കര ഹെയർ പിൻ കേർവ്സാണ്, ഡേഞ്ചറസ്. അപ്പോൾ നമുക്ക് വിഷൻ കുറവാണ്, കോട കൊണ്ട് മറിയും. ഇനി തിരിച്ച് നമ്മൾ ശൃംഗേരി ടൗണിലേക്ക്. ദിസ് ഇസ് ദി ജെയിൻ ബസ്തി. ഇവിടുത്തെ തീർത്ഥങ്കരാസിൻ്റെ പ്രതിഷ്ഠയൊക്കെയാണ്. അകത്തോട്ടാണ് മെയിൻ ടെമ്പിള്. നമുക്കിതിൻ്റെ ഇടയിലൂടെ കാണാം, പക്ഷേ ഇത് ലോക്ക്ഡാണ്. ജസ്റ്റ് അകത്തോട്ട് ഇങ്ങനെ നോക്കിയാൽ ഈ ഹോളിലൂടെ കാണാം. ഇത് 2 ഭാഗത്തായിട്ട് കാണുന്ന 2 ജെയിൻ സ്റ്റാച്യൂസാണ്. ഉള്ളിലേക്കാണ്, അകത്തോട്ടുണ്ട് മെയിൻ ഡയറ്റി. പിന്നെ എല്ലാ ജെയിൻ ബസതികളുടെയും ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ദീപസ്തംഭം പോലെ ഒരു വലിയൊരു, നമ്മൾ ഈ കൊടിമരം എന്നൊക്കെ പറയില്ല, അതുപോലെ ഇവർക്കിങ്ങനെ ഒരു, ഇത് ഇവിടെ എല്ലാം മറ്റേ കരിങ്കല്ലല്ല, സ്റ്റോണിൻ്റെ ഒരു വലിയ ഇതുണ്ട്, മറ്റേ എന്താ പറയുക, അതൊരു ഐഡൻറ്റിറ്റിയാണ് ഫ്രണ്ടിൽ തന്നെ. ഓക്കെ, ഇത്രയും പൊക്കത്തിൽ ഈ ഹൈറ്റിൽ ഈ മലയുടെ മുകളിൽ ഇങ്ങനെ ഒരു ടെമ്പിൾ ഒരു ബസതി. ഒരു കാലത്തെ ഇവിടുത്തെ എല്ലാം ജൈനിസത്തിൻ്റെ പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി പോവാം, കാര്യം ഇരട്ടിക്കഴിഞ്ഞാൽ പണിയാണ്. ഭംഗിയുള്ള വ്യൂ ഒക്കെ പോയി കേട്ടോ, കോട കൊണ്ട് മൂടി. ഇനി താഴോട്ട് പോയിട്ട് ഞാൻ കയറി വന്ന സ്റ്റെപ്സൊക്കെ ഇറങ്ങി താഴെ പോയിട്ട് കാറിൽ കയറി കുറേ ഹെയർ പിൻ കർവ്സ് ഉണ്ട്, എന്നിട്ട് താഴെ പോകാം. പക്ഷേ ഇവിടെ വന്നതൊരു വർത്ത് വിസിറ്റാണ്, മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. വളരെ ഹാപ്പി ആയിട്ടാണ് ഉണ്ടായിരിക്കും. പലതരം ശബ്ദം കേൾക്കുന്നുണ്ട്, ചീവീടിൻ്റെ ശബ്ദവും. നേരത്തെ കുറേ ബേർഡ്സിൻ്റെ നല്ല സിംഗിങ് ബേർഡിൻ്റെ നല്ല മനോഹരമായ പാട്ട് ഞാൻ കേട്ടു കേട്ടോ. ഇതിപ്പോൾ ചീവീട്, അതിങ്ങനെ ഒരു ടെമ്പോയിൽ പോകും, അത് കഴിഞ്ഞ് കുറച്ചൊന്ന് കുറയും, അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങും. ടോട്ടൽ ഞാൻ എണ്ണി വരികയായിരുന്നു എത്ര സ്റ്റെപ്സ് ഉണ്ടെന്നറിയാം. 60 സ്റ്റെപ്സ്, 60. ഓക്കെ, ഇനി തിരിച്ചു പോകാം. കാര്യം കോട ഇങ്ങനെ വരികയാണ്, ആ വഴിയെല്ലാം ചിലപ്പോൾ നമ്മുടെ താഴോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ശൃംഗേരിയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ഇനി ഒരു 15 കിലോമീറ്ററും കൂടെ ഉണ്ട്. 10 കിലോമീറ്റർ താഴോട്ട് വന്നു ബ്യൂട്ടിഫുൾ ഹിൽ ടോപ്പിൽ നിന്നും. ദിസ് ഈസ് കാമത്ത്, ഇവിടുത്തെ വെജിറ്റേറിയൻ ഒരു ഗ്രൂപ്പാണ് കേട്ടോ, ഹോട്ടൽ കാമത്ത്. പ്യുവർ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് കയറാം. ഓക്കെ, നമുക്ക് നോക്കാം. ദോശ ഐറ്റംസ് ഒക്കെ കാണുമായിരിക്കും. മസാല ദോശ, പ്ലെയിൻ ദോശ, സെറ്റ് ദോശ, ആനിയൻ ദോശ. ഓക്കെ, ടൊമാറ്റോ ഓംലെറ്റ്. ടൊമാറ്റോ ഓംലെറ്റ്, ഓക്കെ, ദാറ്റ് സ്പെഷ്യൽ അല്ലേ? ഒരു ടൊമാറ്റോ ഓംലെറ്റ്. സെറ്റ് ദോശ നല്ലത്. സെറ്റ് ദോശ, ടൊമാറ്റോ ദോശ. ടൊമാറ്റോ ദോശ ഒരു ടൊമാറ്റോ ഓംലെറ്റ്. ഓംലെറ്റ് ദോശ തന്നെ. ഓക്കെ, വെജ്. അതായത് ടൊമാറ്റോ ഓംലെറ്റ് എന്നാണ് പറയുന്നത്. അത് പക്ഷേ പ്യുവറാണ്, അത് മുട്ടയിൽ ചെയ്യുന്നതല്ല. അതാണ്, അത് ഈ ഭാഗത്തൊക്കെ കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ, ശൃംഗേരി ഈ ഏരിയയിലൊക്കെ. മറ്റേ എന്താ പറയുക, കർക്കല ഒരു സ്ഥലത്ത് ഞാൻ ആലോചിച്ചാണ് അവിടെ പോകുമ്പോൾ ടേസ്റ്റ് ചെയ്യണം, പക്ഷെ അന്ന് ആ കടയിൽ അതില്ലായിരുന്നു, ആ മെനുവിൽ. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ കിട്ടും. ഓ, ഇതാണല്ലേ, ജസ്റ്റ് ടൊമാറ്റോ ഓംലെറ്റ്. ഓക്കെ, ഓംലെറ്റാണ് പറയുന്നത്, പക്ഷേ ഇത് വെജിറ്റേറിയൻ ഓംലെറ്റ്. സെറ്റ് ദോശ ഇസ് ലൈക്ക്, ഓക്കെ, സെറ്റ് ദോശ. ഓക്കെ, അകത്ത് ഇതെന്തൊക്കെയാണ്, ക്യാരറ്റൊക്കെയാണോ? ക്യാരറ്റും ലീഫ്. ഇതെന്താ ഗ്രീൻ, വിച്ച് ലീഫ്? മല്ലി, കൊത്തും. ഓക്കെ, മല്ലി. സെറ്റ് ദോശ വിത്ത് ചട്നീസ് ആൻഡ് കുറുമ, സാമ്പാർ, ചട്നി. ഓക്കെ, വാവ്, നൈസ്. ഇതാണ് വെജിറ്റേറിയൻ ഓംലെറ്റ്, ടൊമാറ്റോ ഓംലെറ്റ് എന്നാണ് പറയുന്നത്. നല്ല ചൂട് കഴിക്കും. ഈ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് റെഫറൻസ് എടുത്ത് നമ്മൾ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കഴിക്കണം. ആ സമയത്ത് കർക്കല, മുഴുവത്തിരി ആ ഒരു സെക്ടറിൽ തന്നെ ഈ ടൊമാറ്റോ ഓംലെറ്റ് ഞാൻ കഴിക്കണം എന്ന് വിചാരിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, നടന്നില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന്. ഓക്കെ, നൈസ്. ചമ്മന്തി ഇല്ലാതെ കഴിച്ചു നോക്കട്ടെ, അപ്പോഴേ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റും. കൊള്ളാലോ, ചെറിയ പുളിയുണ്ട് ടൊമാറ്റോയുടെ. നൈസ്. ये कैसा बनाता है?
ये सेम डोसा का चाहिए आमलेट टमाटो डाल इसमें बेसन हाँ? बेसन पाउडर बेसन नहीं। नहीं सेम डोसा बैटर हाँ सेम डोसा है येलो कलर येलो कलर ये टर्मरिक हाँ हल्दी 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 गरम मसाला हाँ। और टमाटो ओके चॉप करके चॉप करके वही हीट में डालते മിക്സ് ഓക്കെ ഓക്കെ ഇവിടെ ഹിന്ദി പറഞ്ഞെന്ന് ഒരു വിധത്തിൽ കന്നഡ പറയാൻ അറിയില്ല. ഹിന്ദി ഒരുവിധം എല്ലാവരും പ്രത്യേകിച്ച് ഹോട്ടൽസിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവർ പല സ്ഥലത്തുനിന്ന് വരുന്നവരാണ് പറയുന്നുണ്ട്. അപ്പം കുറച്ച് മുറി ഹിന്ദി മുറി തമിഴൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, കുറച്ച് ഇംഗ്ലീഷും. കന്നഡ അവിടെ നിവർത്തിയില്ല പഠിക്കാൻ. സെറ്റ് ദോശ എനിക്ക് തോന്നുന്നു നമ്മുടെ തട്ടുദോശ പോലെയാണ് തോന്നുന്നു. സെയിം സംഭവമാണ്. കുറുമയും കൂടി ചേർത്താണ് കഴിക്കേണ്ടത്. അടിപൊളി. അപ്പോൾ കുറുമ കൊള്ളാം, നൈസ്. ഒരു വെള്ളരിക്ക എല്ലായിടും. പിന്നെന്താ കുറുമയിൽ അവർ അങ്ങനത്തെ വെജിറ്റബിൾസ് ഇടുന്നുണ്ട് കേട്ടോ. വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, നല്ല കുറുമ, സെറ്റ് ദോശ നല്ലത്, ചമ്മന്തി, സാമ്പാർ, ഇവിടുത്തെ സാമ്പാർ കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ടെങ്കിൽ അത് ഉടുപ്പി സാമ്പാറായിരിക്കും. ഉടുപ്പി സാമ്പാർ കുറച്ച് സ്വീറ്റ് എനിക്കിഷ്ടമാണ്, കുറച്ച് മധുരമൊക്കെ ആയിട്ട് നൈസ്. സാമ്പാറും കുറുമയും കൂടുതലുണ്ട്, ഇഷ്ടമായി. ചമ്മന്തിയിൽ പൊട്ടുകടലുണ്ട്, അത് നല്ലത്. ആഹാ വെരി ടേസ്റ്റി. സൂപ്പർ. ഈ കമ്മത്തെന്നുള്ള പേര് കേൾക്കുമ്പോൾ അറിയാം നമുക്ക് പ്യുവർ വെജ് ആയിരിക്കുന്നത്. അതിപ്പോൾ ശൃംഗേരി ഇനിയൊരു 15 കിലോമീറ്റർ ഉണ്ട്. ഇത് ഓൺ ദ വേ കണ്ട കടയാണ്. നമ്മൾ മലയൊക്കെ ഇറങ്ങി വന്നിട്ട് ഒരു 10 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ഇവരുടെ വേറെ കുറേ കാര്യങ്ങൾ കണ്ടു. ഇതിപ്പോൾ ഞാൻ കഴിക്കാനല്ല, എൻ്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടി മസാല ദോശ, മൈസൂർ മസാല ദോശ. നോ, അകത്ത് ചുമന്ന റെഡ് ചില്ലി. ഓക്കെ, മൈസൂർ മസാല ദോശയിൽ റെഡ് ചില്ലി വരും. അതുപോലെ അകത്ത് റെഡ് ചില്ലി പ്ലസ് മസാല. ഇത് നല്ല ഒണിയൻ ദോശ. ഇവരുടെ സെറ്റ് ദോശ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ, ഒട്ടും പുളിയൊന്നും ഇല്ലാണ്ട് നല്ല. ബ്ലാക്ക് കോഫി, കുഞ്ഞ് ഗ്ലാസ്സുകളൊക്കെ. ഞാൻ ലൈറ്ററാണ് പറഞ്ഞത് കേട്ടോ, അത്ര ലൈറ്റല്ല. ഡിക്കോഷൻ കോഫിയാണെന്നാണ് പറഞ്ഞത്. നോട്ട് ദാറ്റ് ലൈറ്റ്, കളറ് നല്ല ഡാർക്കാണ്. കൊള്ളാം, പക്ഷെ കുറച്ച് കടുപ്പമുണ്ട്. ക്യൂട്ട്, എനിക്ക് ഇഷ്ടമായി. ക്ലാസ് ഇഷ്ടമായി. അങ്ങനെ ഹോട്ടൽ കാമാത്തിൽ നിന്ന് ഇറങ്ങി നല്ല ഫുഡായിരുന്നു കേട്ടോ, വെരി നൈസ്. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരിടത്തും നമ്മൾ ഈ റെഫറൻസ് കൊണ്ട് വന്നതല്ല, അല്ലാണ്ട് വന്നതാണ് കേട്ടോ. പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് പിക്ക്. അപ്പോൾ ഇതൊരു ലോങ് ഡേ ആയിരുന്നു. നിങ്ങൾ പല പല വീഡിയോസായിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ ഒരു വ്യത്യാസം. അപ്പോൾ ഇനി തിരിച്ചൊരു 15 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ ശൃംഗേരിയിലെത്തും. നമ്മുടെ ഹോം സ്റ്റേയിലാണല്ലോ അവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു പോകണു, റെസ്റ്റ് എടുക്കുന്നു, കുളിച്ച് കിടന്നുറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ നമ്മൾ ശൃംഗേരിയിൽ നിന്നും മുന്നോട്ട് പോകും. വേറെ റൂട്ടാണ്, വീണ്ടും അഗുംബെ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ഹെബ്രിയിലേക്ക് പോകണം. അവിടെ നിന്ന് അങ്ങനെയാണ് പോകണത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് നോക്കിയിട്ട് അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോ.